ചിലർ പറയും ന്യായപ്രമാണവും ഉപദേശങ്ങളും നോമ്പും ആചാരങ്ങളും എന്നും ആചരിച്ചാലൊന്നും രക്ഷ കിട്ടില്ല, രക്ഷ കിട്ടണമെങ്കിൽ വിശ്വാസം മാത്രം മതി എന്നുള്ള അർത്ഥത്തിൽ പലരും സംസാരിക്കും. ഈ പഴയ നിയമത്തിൽ ന്യായപ്രമാണമൊക്കെ കൊടുത്ത് എന്തിനാണ്? പാപം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കൊല ചെയ്യരുത്, അത് പാപമാണ്. കൊല ചെയ്താൽ എന്താണ് പരിഹാരം, അത് ന്യായപ്രമാണത്തിൽ പറയില്ല. അപ്പം ന്യായപ്രമാണങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് യേശുവിലേക്ക് ജനത്തെ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് യേശുവിലേക്ക് വരാൻ പറഞ്ഞാലൊന്നും ആരും വരില്ല. യേശുവിൽ വരാത്തോണ്ടോ വരാനിരിക്കുന്ന യേശുവിലേക്ക്, ആ മിശിഹായിലേക്ക് ജനത്തെ തിരിക്കാൻ വേണ്ടിയിട്ട് പിതാവ് പ്രവാചകന്മാർ മുഖാന്തരമൊക്കെ അരുളി ചെയ്യുകയാണ്. പിതാവാ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തില്ല, ഒരു സ്ഥലത്തും പ്രത്യക്ഷപ്പെടുത്തില്ല. അപ്പോൾ എല്ലാം പഴയ നിയമ പുസ്തകങ്ങളൊക്കെ ഉൽപ്പത്തി 3:15 മുതലൊക്കെ യേശുവിലേക്ക് നയിക്കാനാണ് ഈ ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത്. ന്യായപ്രമാണം വരുവാനുള്ളതിൻ്റെ നിഴലാണ് എന്ന് പ്രത്യേകം പറയുമ്പോഴേ വരുവാനുള്ളവൻ യേശുവാണ്. യേശുവിൻ്റെ ആ ഉപദേശങ്ങളുടെ ഒരു മുൻകുറിയാണ് ഇത്. അവങ്കിലാണ് രക്ഷ. ന്യായപ്രമാണത്തിൽ കൊണ്ട് രക്ഷയുണ്ടെന്ന് ആരും പറയണില്ല. പക്ഷേ റോമർ ലേഖനത്തിലെ പരിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, ന്യായപ്രമാണത്തെ ഇതുപോലെ നമ്മൾ അസാധുവാക്കുകയാണല്ലോ. വിശ്വാസമല്ല, ഒരിക്കലുമല്ല. ന്യായപ്രമാണത്തെ ഉറപ്പിക്കുക എത്ര ചെയ്യുന്നത്. ന്യായപ്രമാണമൊന്നും പോയിട്ടില്ല, ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ട്. അത് ഉണ്ടെങ്കിലേ ആ യേശുവിലേക്കുള്ള വഴി നമുക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഉപദേശവും ന്യായപ്രമാണവും കൊണ്ട് വിശ്വാസം മാത്രം മതി, പ്രവൃത്തിയൊന്നും വേണ്ട എന്ന് പറയുന്നവർക്ക് രക്ഷയില്ല എന്ന് മാത്രം മനസ്സിലാക്കുക.